ഈ ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം എന്ന് വെച്ചാൽ അത് യൂത്ത് കോൺഗ്രസ് സംഘമാണ്. അതിനെ DYFI ഭയപ്പെടുന്നുണ്ട്, CPI ഭയപ്പെടുന്നുണ്ടെന്ന് അവർക്കെതിരായിട്ടുള്ള ആക്രമണം തന്നെ നമുക്ക് ആലോചിച്ചറിയാം. പക്ഷെ ഒരു കാര്യം ആലോചിച്ചുള്ളൂ, നുണയും പരിഹാസവും അശ്ലീലവും ആയുധമാക്കിക്കൊടുന്ന് CPM ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഈ കോൺഗ്രസിൻ്റെ യുവനിര വളർന്നു വരുന്നതിൽ DYFIക്കൊക്കെ ഒരു പ്രതിഷേധം ഉണ്ടാകുക ശരിയാണ്. പക്ഷേ ആ ഒരു ഭയം, തുടർ ഭരണം ഇനി കിട്ടില്ല എന്നുള്ള ഭയം അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിരീക്ഷകന്മാരിലേക്കും വരുന്നു എന്നുള്ളത് കൗതുകകരമാണ്. ഈ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇവർക്കൊക്കെ എന്നെ അംഗീകരിക്കാൻ ഭയമാണ്. എന്താ കാരണം അറിയാമോ? കോൺഗ്രസ്സുകാർക്ക് മാധ്യമ പ്രവർത്തകരാകാൻ പാടില്ലെന്നാണ്. ഞാൻ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ ഇവരന്ന് ആദ്യം പഠിക്കട്ടെ. ഒരു മാധ്യമ പ്രവർത്തകൻ കോൺഗ്രസിനെ പിന്താങ്ങാൻ തീരുമാനിച്ചാൽ പിന്താങ്ങിയിരിക്കും. അത് DYFI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർക്കണമെന്ന് വെച്ചാൽ എതിർത്തിരിക്കും. അതിൽ ആ സംശയം വേണ്ട. അത് അനുകൂലമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ, മുഖപത്രങ്ങളൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. അങ്ങ് മറ്റു പറയൂ, ചോദ്യത്തിന് ഉത്തരം പറയൂ. അല്ലല്ല, ഞാൻ പറയുന്നത് ഞാൻ പക്ഷമുള്ള മാധ്യമപ്രവർത്തനാണെന്ന് പറഞ്ഞിട്ട് ചേരുള്ളൂ. പിന്നെ നിങ്ങൾ എന്താ എഴുതി കാണിക്കുന്നതും ഞാൻ നോക്കാറില്ല. ഇവിടെ എന്താ വെച്ചാൽ CPM മൊത്തത്തിലൊരു അരക്ഷിതാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ മുമ്പിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവരുടെ മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾക്കോ കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ അവസ്ഥ മാറ്റാനായിട്ട് കോൺഗ്രസിനോ യൂത്ത് കോൺഗ്രസിനോ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ യുവജന നിരയെ തടയിടുക എന്നുള്ള ഇവരുടെ ആവശ്യമാണ്. കാരണം വെച്ചാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ഭീഷണിയായിട്ട് വരുന്ന കോൺഗ്രസിലെ യുവനിരയാണ്. ഷാഫി പറമ്പിലിൻ്റെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നേതൃത്വം ഉണ്ടായിരുന്ന ഒരു യുവനിര കേരളത്തിൽ കോൺഗ്രസിൽ വളർന്നിട്ടുണ്ട്. ആ വളർച്ചയുള്ള യുവനിര ഇവർക്കെതിരായിരിക്കും, സംശയം വേണ്ട. പിന്നെ എന്താ വെച്ചാൽ പോലീസ് എന്തുകൊണ്ടാണ് ഇവരുടെ ഭരണത്തിന് അന്ത്യം കുറിക്കും? കാരണം എന്താ? CPM ഒരു അംശം പോലീസിലുണ്ട്, ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഫ്രാക്ഷൻ ഒരു പോലീസിലുണ്ട്. അതുകൊണ്ടാണ് കുന്നംകുളത്ത് ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ തല്ലിയത്. അതുകൊണ്ടാണ് ഒരു DYFI പ്രവർത്തകൻ്റെ മരണത്തിന് കൊല്ലത്ത് കാരണമായത്. അതുകൊണ്ടാണ് പീച്ചിയിൽ ഒരു ഹോട്ടൽ വ്യവസായിയുടെ ജീവനക്കാരനെ തല്ലിയത്. ഈ പോലീസിൻ്റെ ഈ അംശം ഈ പാലക്കാടോ പേരാമ്പ്രയിലോ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് CPI ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തുടർഭരണം എന്നുള്ള മോഹം അങ്ങോട്ട് ഉപേക്ഷിക്കുക, എന്നിട്ട് പാർട്ടി വളർത്താൻ ശ്രമിക്കുക. പഴയകാല പാർട്ടിയുടെ ഒരു സ്വീകാര്യത 1957 EMS ഇപ്പോൾ പാർട്ടി വളർത്താൻ അങ്ങ് ആവശ്യപ്പെടുന്നത് ഒരു പാർട്ടി വളർത്തണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് DYFIയോട് അല്ലെങ്കിൽ അങ്ങ് ആവശ്യപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്നാണ് അവർ തിരികെ ചോദിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ കാരണങ്ങളൊന്നും ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു MP പോലീസിന്റെ അടികൊണ്ട് മൂക്കുപൊട്ടി ആശുപത്രിയിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാക്കാനേ പാടില്ലാത്തതാണ്. ഒരു MP ഒരു പ്രതിഷേധ പരിപാടിയിൽ നടക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ചെയ്യാനും അദ്ദേഹത്തിന് പ്രത്യേക സുരക്ഷ നൽകാനും, അത് അപ്പുറത്തുനിന്നോ ഇപ്പുറത്തുനിന്നോ എന്നുള്ള ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും അവിടെ ഒരു തരത്തിലുള്ള അപ്രിയമായ കാര്യങ്ങളും ഉണ്ടാക്കാതിരിക്കാനുള്ള ജാഗ്രത വേണ്ട സംവിധാനത്തിന്റെ പേരാണ് പോലീസ് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു.